ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൂരാടം, നമുക്ക് പൂക്കളം ഇടണ്ടേ. അങ്ങനെ അതാ ഓണം ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ എനിക്കിന്ന് പൂക്കളം ഇടാനായിട്ട് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് തീരെ സമയമില്ലാത്ത പോലെ ആയിപ്പോയി. കാരണം ഞാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു ഇന്ന് ഒത്തിരി. വേറൊന്നുമല്ല, ഇന്നലെ ഒല്ലുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ഞങ്ങൾ വന്നതിൻ്റെ ആ ഒരു ലേറ്റായ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിലും ഇന്ന് ശ്രീജുവിൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് പോകണം, എനിക്ക് സെറ്റും കൊണ്ട് കൊടുക്കണം, ശങ്കരിയും റെഡിയാക്കണം. മൊത്തത്തിൽ മൈൻഡ് മൊത്തം അതായിരുന്നു. അപ്പോൾ അത്തക്കളം ഇന്നത്രക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചെറുതായി പോയ പോലെയൊക്കെ തോന്നി കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ വലിച്ച് ഒരത്തക്കളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ അതാ വേഗം പോയി റെഡിയാവുക കേട്ടോ ചെയ്തത്. ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ശങ്കരിനെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അങ്ങോട്ട് പോവുക ചെയ്തത്. അങ്ങനെ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ പൂവൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും കൂടി അതൊന്ന് റെഡിയാക്കി. പിന്നെ അത് എല്ലാവരും കൂടി അങ്ങോട്ട് പൂക്കളെ വിട്ടു കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാഫും പിന്നെ നമ്മൾ ഫാമിലിയും കേട്ടോ, അത്ര. അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും മനസ്സിൽ കണ്ട ഡിസൈൻ അങ്ങോട്ട് പറഞ്ഞ് വേഗം വരച്ച് ഇട്ടു, അത്ര തന്നെ. പിന്നെ അതിന് മുമ്പിലിരുന്ന് ഓരോ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും അങ്ങനെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ പൂക്കളെ വിട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഓണസദ്യ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പാഴ്സല്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് ഉടനെ സദ്യ കഴിക്കാൻ പോയി. ശങ്കരയാണെങ്കിലും നല്ല ആസ്വദിച്ച് കഴിച്ചു. 2 തരം പായസമൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി സദ്യ കഴിഞ്ഞപ്പോൾ തന്നെ ആള് ഏകദേശം ഒരു ഉറക്കം വരുന്ന മൂഡിലായിപ്പോ കേട്ടോ. കാരണം മധുരവും എല്ലാം കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ആണെങ്കിലും ഇവർക്ക് എല്ലാ വർഷവും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോടി കൊടുക്കും. അങ്ങനെ ഓണക്കോടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയായിരുന്നു. കാരണം ശങ്കരിക്ക് ഉറക്കം വരുമായിരുന്നു. പിന്നെ അത് എല്ലാവരോടും ഹാപ്പി ഓണം ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാല് കയറിയ പാടെ എങ്ങനെയോ ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ.